map shows only countries, national borders and cities. A political map shows only countries. സബ്ജക്ട് EVS. അപ്പോൾ ആനുവൽ എക്സാമിന് എല്ലാം പ്രിപ്പയർ ആയി, അതൊക്കെ ഫുൾ മാർക്ക് കിട്ടും. ഇന്നിപ്പോൾ സ്കൂളിൽ പോയില്ലേ? ഇല്ല. എന്ത് പറ്റി? എനിക്ക് പനിയാണ്. ഇതെന്താ സംഭവം? ഈ പമ്പ് വെച്ചിരിക്കുന്നത് എന്താണ്? അത് എനിക്ക് ഷുഗർ കൂടുമ്പോൾ ഇൻസുലിൻ എടുക്കാനും പിന്നെ കഴിക്കാൻ ഡോസ് കൊടുക്കാനും. അപ്പം മോൻ സ്കൂളിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകുമോ? ഓ, ക്ഷീണം വരികയാണെങ്കിൽ ചെക്ക് ചെയ്യും. അപ്പോൾ കുറവാണെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കും. കൂടുതലാണെങ്കിൽ പിന്നെ ഞാൻ ഡോസ് എടുക്കും. ഇത് തനിയെ ചെയ്യും? ഇതൊക്കെ തനിയെ ചെയ്യും. മിഠായി മതി വരുവോളം കഴിക്കേണ്ട പ്രായം. പൊന്നുമോന് മധുരമൂട്ടണമെന്ന് ഈ മാതാപിതാക്കളും കൊതിക്കുന്നു. പക്ഷെ അവൻ മധുരപലഹാരങ്ങൾ കഴിക്കാനുള്ള പ്രായമെത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. അതിന് 2.5 വയസ്സുള്ളപ്പോഴാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്താണെന്ന് ശരിക്കും, അപ്പോൾ ഡയബറ്റിക് എന്താണെന്ന് അപ്പോഴാണ് കുട്ടികൾക്ക് വരുന്നത് അറിയുന്നത്. കുട്ടികളുണ്ടാകുന്നതല്ലേ, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറും, അത്രേ എനിക്ക് അറിയാമെന്നുള്ളൂ. ഇത് ലൈഫ് ലോങ് ഇൻസുലിൻ ഡിപ്പെൻഡ് എന്ന് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഷുഗർ ചെക്ക് ചെയ്താൽ 500 അബോ, അതിലൊരു 300 ആകുമ്പോൾ ഒരു സമാധാനമാണ്. കാരണം 500-ന് 300 ആയല്ലോ. എപ്പോഴും ഇങ്ങനെ ഈവൻ ഇൻസുലിൻ സിറിഞ്ചായിരുന്നു ആ സമയത്ത്. ഇൻസുലിൻ സൂചിയുടെ വേദന ഇഹ്സാന് ജീവിതചര്യയായി. പക്ഷേ അവന്റെ വേദന അകറ്റാൻ ഈശ്വര നിശ്ചയം പോലെ സർക്കാരിന്റെ മിഠായി എത്തി. കേരളത്തിലെ ആദ്യ ഗുണഭോക്താവ്. ബ്രിട്ടിൽ ഡയബറ്റിക്കായ കുട്ടികൾക്കാണ് മിഠായി പദ്ധതി വഴി ഇൻസുലിൻ പമ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 5.5 ആണ്. ഇപ്പോൾ അത് 6 ലക്ഷം രൂപയായി. അപ്പോൾ ഇത് സാധാരണക്കാരനെ കൂടെ താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇൻസുലിൻ പമ്പ് കിട്ടിയതോടെ പ്രമേഹത്തെ നേരിട്ട് മുന്നോട്ട് പോകാൻ ഇഹ്സാനും അച്ഛനും അമ്മയും പഠിച്ചു. ഒരു ദിവസം ഒരു 10ഉം 12ഉം, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ വയ്യായിരുന്നു, അപ്പോൾ 20-ന് മേലേക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. 298 ഇപ്പോഴത്തെ ഒരു ഷുഗർ ലെവൽ. നമ്മുടെ ഇൻസുലിൻ പമ്പിൽ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. വയറ്റിനകത്തോട്ട് പോകുന്ന ഈ സാധനവും കാനുലയും ഈ ഒരു റിസർവോയറും 3 ദിവസത്തിലൊരിക്കൽ ഇത് മാറേണ്ടതാണ്. ആ സെൻസർ 6 ദിവസത്തിലൊരിക്കൽ മാറേണ്ടതാണ്. അപ്പോൾ കുട്ടി ഉറക്കത്തിലായിരുന്നാൽ പോലും ഷുഗർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കട്ട് ഓഫ് ആവുകയും അലാറം തരികയും ചെയ്യും. പക്ഷേ ഇഹ്സാനെ പോലെ പ്രമേഹത്തോട് പടവെട്ടുന്ന കുടുംബങ്ങളെ നടുകടലിലാക്കുകയാണ് സർക്കാർ. അത് കഴിഞ്ഞ് 3-4 മാസമായി ഈ സാധനം കിട്ടാത്തത് കൊണ്ട് ഇൻസുലിൻ പമ്പ് നിർത്തിവെച്ചിരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സെൻസറും അതുപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സ് എല്ലാം കൂടി ഒരു മന്ത്ലി 20-22,000 രൂപത്തിലധികം രൂപയാകുന്നുണ്ട് ഒരു മാസം തന്നെ. വൈരുദ്ധ്യം എന്താണെന്നോ? മിഠായി പദ്ധതിക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ അനുവദിച്ച 25 കോടി രൂപയിൽ 10.54 കോടി രൂപ പാഴാക്കി. നമുക്കിടയിൽ പ്രമേഹബാധിതരായ 2200-ലധികം കുട്ടികളുണ്ട്. ഇവരിൽ ഇൻസുലിൻ പമ്പ് ലഭിച്ചത് തന്നെ ഇഹ്സാനെ പോലെ 9 കുട്ടികൾക്ക് മാത്രമാണ്. എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ഇൻസുലിൻ പമ്പ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരി, മിടുക്കനായിട്ട് പഠിക്കണം, ആനുവൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കണം. ഓക്കെ. ഇഹ്സാൻ മിടുക്കനാണ്. മറ്റുള്ള കുട്ടികളെ പോലെ സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത് പോലെ ഇഹ്സാനെയും ഈ മാതാപിതാക്കൾക്ക് വളർത്തണം ആരോഗ്യത്തോടെ. ഇതുപോലുള്ള കുട്ടികളെ സർക്കാർ തന്നെ കൈപിടിക്കണം. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.